നമ്മുടെ ഫയർഫോഴ്സ് വളരെ കൃത്യമായി പല ഘട്ടങ്ങളിലും ഇടപെടുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും തത്സമയ റിപ്പോർട്ടറിൽ തന്നെ ആ സന്തോഷകരമായ വാർത്തകൾ പങ്കുവച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് ഇപ്പോൾ കാണുന്നത്. അതായത് കയ്യിൽ കൂടി പറവണ്ണ സ്വദേശി ജുനൈദ് കയ്യിൽ ചൂണ്ടക്കുളത്ത് കുടുങ്ങിയ അവസ്ഥയിൽ നിലയത്തിലേക്ക് വരികയായിരുന്നു. കൂടെ അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. അവരാദ്യം പോയത് നമ്മുടെ തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അവിടുന്ന് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തുകയും നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മുടെ ഇലക്ട്രിക്കൽ പവർ ടൂൾ ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് വളരെ സുരക്ഷിതമായിട്ട് നീക്കം ചെയ്ത് അവരെ തിരിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ അവരെ ബന്ധപ്പെട്ടപ്പോൾ അവിടുന്ന് ചെറിയ സർജറി ചെയ്ത് ബാക്കിയുള്ള ഭാഗം ഒഴിവാക്കി അവർ സുരക്ഷിതമായി വീട്ടിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കുട്ടികളൊക്കെ ഇതേപോലെ ചൂണ്ട ഉപയോഗിക്കുമ്പോൾ വളരെ കരുതലോടെ ശ്രദ്ധിക്കുക, അത് മറ്റ് ശരീരഭാഗങ്ങൾ വീഴാതെ നോക്കുക. പറവണ്ണ സ്വദേശിയായ സൽമാൻ ഹാരിസിൻ്റെ കയ്യിലാണ് ഇതേപോലെ ഈ ചൂണ്ടക്കുളത്ത് കുടുങ്ങിയത്. അവസാനം ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തേണ്ടി വന്നു. എന്തായാലും അപകടമില്ലാതെ കാര്യങ്ങൾ മാറിയെന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇംതിയാസ് കാര്യം പറയും. ഇംതിയാസ്, ഈ ചൂണ്ടക്കുളത്ത് കുടുങ്ങിയതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ കണ്ടു അല്ലേ? മീനുകളെ പൊക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും. അപ്പോൾ ഞാൻ രണ്ടും ആലോചിച്ച് പോയത്, മനുഷ്യന് കുത്തിയപ്പോഴേക്കും നമ്മൾ അല്ലേ നമ്മുടെ ഒരു പ്രാണവേദനയും മീനുകൾ അനുഭവിക്കുന്നതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എന്തായാലും ഫയർഫോഴ്സ് എത്രയും വേഗം എത്തി. ഇത് കുറച്ച് ശ്രമകരമായിരുന്നോ ഇത് കയ്യിൽ നിന്ന് ഊരിയെടുക്കുക എന്നുള്ളത്? ഈ ദൃശ്യം കണ്ടപ്പം ആദ്യ ഓർമ്മ വന്നതേ, നമ്മളൊക്കെ ഈ ചെറുപ്പകാലത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ തോട്ടിലും അതുപോലെ തന്നെ കുളത്തിലൊക്കെ മീൻ പിടിക്കാൻ പോകാറുണ്ട്. ഈ മീൻ പിടിക്കുന്നതിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചൂണ്ടയാണ്. ഈ ചൂണ്ട കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്നൊക്കെ പറയും, ചൂണ്ട കണ്ണിൽ കൊള്ളാതെ നോക്കണേ, കയ്യിൽ കൊള്ളാതെ നോക്കണേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ എന്നാൽ പോലും അബദ്ധത്തിൽ ചിലപ്പോൾ അത് കാലിലോ പിന്നെ കൈകളിലോ ഒക്കെ കൊളുത്തി മുറിവ് പറ്റുന്നതും സ്വാഭാവികമാണ്. ഇതിപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. തിരൂർ പറവണ്ണ സ്വദേശിയായിട്ടുള്ള സൽമാൻ ഹാരിസ് തൊട്ടടുത്തുള്ള കുളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയുമായി പോയതാണ്. ഈ ചൂണ്ട വീശിയെറിയും. ഇത് വീശിയെറിയുന്നതിനിടയ്ക്കാണ് തൊട്ടടുത്തുള്ള മരത്തിൽ കുരുങ്ങിയത്. മരത്തിൽ കുരുങ്ങിയ ചൂണ്ട പിന്നിലേക്ക് ഹാരിസ് വലിച്ചതാണ്. വലിച്ചപ്പോൾ അത് തിരിച്ച് വന്നപ്പോൾ അത് കയ്യിൽ കൊളുത്തി നിന്നു. അത് കൊളുത്തിയെന്ന് മാത്രമല്ല, കുറച്ചാഴത്തിൽ അത് കൊളുത്തിപ്പോയി എന്നുള്ളതാണ്. അത് പിന്നീട് ഒറ്റയടിക്ക് വലിച്ചൂരാൻ പറ്റാത്ത അവസ്ഥയിലുമായി. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്കാണ് സൽമാൻ ഹാരിസിനെ കൊണ്ടുചെന്നത്. അവിടെ എത്തിയപ്പോൾ തിരൂർ അഗ്നിരക്ഷാ നിലയത്തിൽ പോയി അവിടെ നിന്ന് ഇത് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുക്കാമെന്നായിരുന്നു അവരോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ പോവുകയും അവിടെ വെച്ച് അവരത് ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് അതിൻ്റെ പകുതി ഭാഗം മുറിച്ചു മാറ്റി. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ ഭാഗം പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുകയും ചെയ്തു. ഇതാണ് ഇന്ന് നടന്ന സംഭവം. ഇതിൽ ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഇത്തരം കേസുകളൊക്കെ നിരന്തരമായി സ്റ്റേഷനുകളിൽ വരുന്നുണ്ട്. പലപ്പോഴും കുട്ടികളുടെ കൈകളിലൊക്കെ ഈ കൊളുത്ത് കുടുങ്ങിയിട്ടൊക്കെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഫയർ സ്റ്റേഷനുകളിൽ എത്താറുള്ളത്. അതുകൊണ്ട് ചൂണ്ടയൊക്കെ ഇടാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ ദേഹത്ത് മുറിവ് പറ്റാതെ ഇതൊക്കെ കൃത്യമായി ഉപയോഗിക്കണം എന്നുകൂടെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്.